ഹായ് ഹലോ, ഇന്ന് ഞാൻ മലബാർ സ്പെഷ്യലായിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ചായക്കടിക്കും വൈകുന്നേരമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ. വെറും ഒരു മുട്ട മാത്രം മതി. ഈ ഒരു മുട്ടയും 2 ഗ്ലാസ് പച്ചരിയും, ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ച അരിയാണ്, രാത്രി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരി നന്നായിട്ട് കൈക്ക് അതിൽ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ട് തന്നെ ഒരു മുട്ട കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുട്ടയും അരിയും നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ മാവ് വല്ലാതെ അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ മാവ് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അതിന് ലേശം ഒന്ന് ചുവത്തി പാരുന്നുണ്ട്. വെള്ളം ലൂസായ നമ്മുടെ ഈ ഒരു മുട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കൂടിപ്പോവാതെ നോക്കണം. വെള്ളം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, ഇതിലാറൊന്ന് ടൈറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഇതിലാറെ ലൂസാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് ചെറിയ ജീരകം, തേങ്ങ ഒക്കെ ചതച്ച്, ചെറുള്ളിയൊക്കെ ചതച്ചെങ്ങാണ്ടും ചേർക്കാവുന്നതാണ്. അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മുട്ടയപ്പം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മാവ് ഇതാ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇത്ര തന്നെ ലൂസാവേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനായിട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മുടെ മുട്ടയപ്പം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതായത് ചെറിയൊരു ഒരു കയ്യിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. വല്ലാതെ കട്ടി കൂടി പോവണ്ട, ഇത്രയും മതിയാകും കേട്ടോ മുട്ടയപ്പത്തിൻ്റെ ഒരു പാകം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം. ഒരു ഭാഗം നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് ഇട്ട് കൊടുത്ത് തന്നെ വേവിച്ചെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വെന്ത് വിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടി ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ പല വിധത്തിലുള്ള കടികൾ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കൾക്കൊന്ന് കൊടുത്ത് നോക്കുക. ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു മുട്ടയപ്പം. അല്ലാതെ കറിയില്ലാതെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വീർത്ത് വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നമുക്ക് ഇത് തന്നെ ഉണ്ടാക്കി നോക്കി മതി. അത്രയും നല്ലൊരു പലഹാരം തന്നെയാണ്. സ്നാക്കായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.